ഇപ്പോൾ ആ വീട്ടിലെ ദൃശ്യങ്ങളാണ്, വീട്ടിലെ ഒരു സ്ഥിതിയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിലൂടെ കാണുന്നത്. ഇപ്പോൾ മിഥുനെ ആ വീട്ടിൽ ഇപ്പോൾ അവസാനമായി ഒരു നോക്ക് കാണാൻ ഇങ്ങനെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അതിനുവേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യരെയൊക്കെ നമുക്ക് കാണുകയും ചെയ്യാം. അപ്പുറത്ത് ഇപ്പോൾ ഏറെ പണിപ്പെട്ടാണ് അവിടേക്ക് ഇപ്പോൾ ഈ മൃതദേഹം മിഥുനെ എത്തിച്ച് അവിടെ ഇപ്പോൾ അതിൻ്റെ ഒരു ഓരത്തുകൂടി ആളുകൾ മിഥുനെ കണ്ട് മറുവശത്തുകൂടി മടങ്ങിപ്പോകുന്ന നിലയാണ് കാണുന്നത്. സുജു, ഞാൻ ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് സംസാരിച്ചതായിരുന്നു. നിങ്ങൾ നേരിട്ട് അവിടെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾ കൂടിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ സുജുവാണ് പറഞ്ഞത്, അമ്മ നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങിയ മിഥുൻ്റെ അമ്മ ഇപ്പോൾ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ സംസാരിച്ചപ്പോൾ ഹരിപ്പാട് എത്തി എന്നാണ് സുജു സൂചിപ്പിച്ചത്. അമ്മുമ്മയുടെയൊക്കെ മുത്തശ്ശിയുടെ ആരോഗ്യനിലയൊക്കെ രാവിലെ മോശമായി, ബോധരഹിതയായി ആശുപത്രിയിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു എന്നും നേരത്തെ സുജു സൂചിപ്പിച്ചിരുന്നു. അങ്ങനൊരു വല്ലാത്തൊരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ് അല്ലേ, ആ വീടിനെ സംബന്ധിച്ച്, വീട്ടുകാരെ സംബന്ധിച്ച് ഒക്കെ നാട്ടുകാരും. തീർച്ചയായിട്ടും സുരത്തെ, വീട്ടുകാർക്ക് മാത്രമല്ല നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പല ആളുകളും വിതുമ്പലോടെയാണ് മിഥുനെ അവസാനമായി ഒരു നോക്ക് കണ്ട ശേഷം അവർ മടങ്ങുന്ന, അന്തിമ ഉപചാരം അർപ്പിച്ച ശേഷം മടങ്ങുന്നത്. അത് ഒരാളുടെ മുഖത്തല്ല, എത്തുന്ന എല്ലാ ആളുകളുടെയും ഭാവവും അങ്ങനെ തന്നെയാണ്. അല്പസമയം മുമ്പ് ഇതിന്റെ ചേതനേറ്റ ശരീരം വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് ഒരു വയോധികയായ സ്ത്രീ അവിടെ വന്ന് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നപ്പോൾ ആളുകൾ ആരാണെന്ന് അന്വേഷിച്ചപ്പോൾ അവർക്ക് ഇതിനുമായി ബന്ധമോ നേരിട്ട് ഇതിനെ പരിചയവുമില്ല. പക്ഷെ പറയുന്നത്, 5 വർഷം ഈ മോൻ എന്റെ വീടിന്റെ തുമ്പിൽ കൂടെ ഞാൻ പോകുന്നത് കണ്ടിട്ടുണ്ട് സ്കൂളിലേക്ക്, എനിക്ക് സഹിക്കാൻ സാധിക്കില്ല ഈ മോന്റെ മരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അമ്മ പൊട്ടിക്കരഞ്ഞത്. അവരുടെ കൊച്ചുമകനുമായി എത്തിക്കൊണ്ട് തന്നെയാണ്. ഞാനിത് പറയാൻ കാരണം, ഏതാണ്ട് അതേ വികാരത്തിലാണ് ഈ നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും. അവരുടെ വീട്ടൊരംഗം, അതാണ് ഞാൻ പറഞ്ഞ മനുഭവനത്തിൽ മാത്രമല്ല, ഈ അടുത്തടുത്ത് വീടുകളുള്ള ഏറെ സഹകരണമുള്ളൊരു നാട് കൂടിയാണ്. അവിടെയുള്ള എല്ലാ ആളുകളും ഇതേ വികാരമാണ് പങ്കുവെക്കുന്നത്. ധാരാളം കുട്ടികളും മിഥുനെ അവസാനമായി കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായി ഈ കുട്ടികൾക്കൊക്കെ തന്നെ അവർക്ക് ഏറ്റവും വൈകാരികമായ നിമിഷം തന്നെയാണ്. അവരുടെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന, അവരുടെ കൂടെ സ്വപ്നങ്ങൾ പങ്കിട്ട മിഥുനാണ് ഇപ്പോൾ മിഥുൻ സ്കൂളിലേക്ക് ഈ വീട്ടിൽ നിന്നല്ല, വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. എങ്കിൽ പോലും വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ പോവുകയും ഒടുവിൽ സ്വന്തം വീട്ടിലേക്ക് എത്തുമ്പോൾ ചേർന്നേറ്റ ശരീരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ആ വീട്ടുകാർക്ക് മാത്രമല്ല, കണ്ടു നിൽക്കുന്ന ആർക്കും തന്നെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് ഇതിനെ കുറിച്ച് ആരോടൊക്കെ നമ്മൾ സംസാരിക്കുന്നു അവർക്കെല്ലാം തന്നെ ഒട്ടനവധി കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇതിന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ മുമ്പ് മാധ്യമങ്ങളും അത്രയൊക്കെ പറഞ്ഞ പോലെ ആ വീട് ഒരു ചോർന്നിരിക്കുന്ന ഒരു വീട് തന്നെയാണ്. അതുകൊണ്ടാണ് അവർ ഇതിന്റെ അമ്മ സുജ വിദേശത്തേക്ക് പോയപ്പോൾ മറ്റൊരു വാടക വീട്ടിലേക്ക് മാറി താമസിക്കേണ്ടതായിട്ട് വന്ന്. പക്ഷെ മിഥുൻ എന്ന ആ 13കാരന്റെ സ്വപ്നം, അല്ലെങ്കിൽ 13കാരന്റെ ഒരു കാഴ്ചപ്പാട് ആ വീടിനുള്ളിലെ ചുവരുകൾ തന്നെ സാക്ഷ്യം വഹിക്കുന്നുണ്ടാകും. ചുവരിൽ അതിമനോഹരമായ ഒരു വീടും ആ വീടിന് മുമ്പിൽ ആ പൂമ്പാറ്റുകളും പൂക്കളും ഒക്കെയുള്ള ചിത്രങ്ങൾ അവിടെ മിഥുൻ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ സൂചിപ്പിക്കുന്ന തന്റെ താങ്കളെ ആ സഹോദരനും അമ്മയ്ക്കൊക്കെ നല്ല സുരക്ഷിതമായ ഒരു വീടുണ്ടാവണമെന്ന ആ ബാലന്റെ മോഹമാണ്. അതിനോടൊപ്പമാണ് ആ ചുവരിലുള്ള 4 പേരുടെ പേര് എഴുതി വെച്ചിരിക്കുന്ന അച്ഛന്റെയും അമ്മയുടെയും സഹോദരന്റെയും മിഥുന്റെയും ഈ 4 പേരുകൾക്കിടയിൽ ഹൃദയത്തിന്റെ ചിഹ്നം ഇട്ടുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. ആ സ്നേഹബന്ധം, അങ്ങനെ ഒരു കുടുംബത്തേക്ക് ആ പൈതലിന്റെ 13കാരന്റെ മൃതദേഹം വേദനയേറ്റ ശരീരം കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും ആർക്കും അത് തലമുറയിടാതെ വൈകാരികമായിട്ടല്ലാതെ ആ വേദനയേറ്റ ശരീരത്തെ വീടിനെ സ്വീകരിക്കാൻ സാധിക്കില്ല എന്നതും ഏറെ ദുഃഖകരമായ കാര്യമാണ്. എം.എൽ.എ. കോവിൽ കുഞ്ഞുമടക്കമുള്ള പൊതുപ്രവർത്തകരും മറ്റ് സാംസ്കാരിക രംഗത്തുള്ള മറ്റാളുകളൊക്കെ തന്നെ ധാരാളം ആളുകളോട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഒരുപക്ഷെ ഇതിനു മുമ്പ് കാണാത്ത ആളുകളായിരിക്കാം. പക്ഷെ വരുന്ന പല ആളുകളുടെയും കണ്ണ് നിറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിനെ അവസാനമായി കാണാൻ എത്തുന്നത്. ഇത് വീട്ടിലെത്തുമ്പോൾ, നമുക്ക് രാവിലെ എത്തുമ്പോൾ തന്നെ അറിയായിരുന്നു ഇത്തരം ഒരു സാഹചര്യത്തിൽ കൂടി വീട് കടന്നു പോകും. കാരണം ആളുകൾ ഇതിനെ അവസാനമായി കാണാൻ ദീർഘനേരമായി കാത്തു നിൽക്കുക. സ്കൂളിലെ വിലാപയാത്ര സ്കൂളിലെത്തി അവിടെ പൊതുദർശനത്തിന് ശേഷമാണ് ഇപ്പോൾ വീട്ടിലേക്ക് ഇതിന്റെ മൃതദേഹം എത്തിച്ചിരിക്കുന്ന. നോവായി മാറുകയാണ്, നാടിന്റെ നോവായി. ആ ജന്മനാട് ഇതിന് വിട നൽകാൻ പോവുകയാണ്. ഏറ്റവും സങ്കടകരം, ഈ മരണം നടന്ന ഇത്രയും ദിവസമായി. പക്ഷെ അമ്മ ഇപ്പോഴും ഇതിന്റെ അരികിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അമ്മ രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അമ്മ വരുന്ന ആ ദൃശ്യങ്ങളുണ്ട്. എയർപോർട്ടിൽ സ്വാഭാവികമായി വിദേശത്ത് ജോലിക്ക് പോയിട്ട് തിരികെ എത്തുമ്പോൾ സന്തോഷത്തോടെ മക്കൾക്ക് എന്തെങ്കിലും കരുതിക്കൊണ്ടുവരേണ്ട ഒരു അമ്മയാണ്. എന്നാൽ ഈ അമ്മ ഇപ്പോൾ എത്തുമ്പോൾ അമ്മ വീട്ടിലേക്ക് എത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ അമ്മ എത്തുമ്പോൾ പ്രധാന ആ വഴിയിലേക്ക് അമ്മ എത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ നമ്മളിലേക്ക് എത്താൻ ഒരു 10 മിനിറ്റ് എടുക്കും. അമ്മ
വീട്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ്. പോലീസ് എസ്കോർട്ടുണ്ട്. അമ്മയാണെന്നാണ് കരുതുന്നത്. ടാക്സി വാഹനത്തിലാണ്. ആ വാഹനത്തിൽ ചുറ്റും ആളുകൾ കൂടിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അമ്മ തന്നെയാകാനാണ് സാധ്യത. വീട്ടിലിപ്പം നമ്മൾ അതിന്റെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏറ്റവും വൈകാരികമായ നിമിഷങ്ങൾ കൂടെ കടന്നു പോകും. കാരണം ഞാൻ സൂചിപ്പിച്ചത് എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ അമ്മ വന്ന് അവിടെ ഉണ്ടായിരുന്ന ബന്ധുക്കളെ കുത്തി പിടിച്ച് കരയുകയാണ്. കാരണം ഏറെ പ്രതീക്ഷയോടെ ഞാൻ ചോർന്നിരിക്കുന്ന വീടും ഇതിന്റെ സാമ്പത്തിക അവസ്ഥയൊക്കെ സൂചിപ്പിച്ചത് അതിനൊരു ഉന്നതിക്ക് വേണ്ടിയാണ്. തീർച്ചയായിട്ടും സുജ വിദേശത്തേക്ക് വലിയ ജോലിയൊന്നുമല്ല, ഒരു കെയർ ടേക്കർ പോലെ ജോലിക്ക് വേണ്ടി പോയത്. ആ അമ്മ അതാണ് ആ മുത്തശ്ശി കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. എന്റെ മകൾ പോയപ്പോൾ എന്റെ കയ്യിലാണ് ഈ 2 കൊച്ചു കുട്ടികളെ ഏൽപ്പിച്ചത്. തിരികെ ഞാൻ എന്ത് പറയുമെന്ന് അമ്മ വിലാപത്തോട് പറഞ്ഞു. അമ്മ ഇപ്പോൾ വീടിന്റെ അരികിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയും ഒരു 100 മീറ്റർ നടന്ന അമ്മയ്ക്ക് പോകേണ്ടത്. വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ആ ഘട്ടത്തിലാണ് തീർച്ചയായിട്ടും അമ്മ എങ്ങനെ അത് നമുക്ക് പറയണമെന്നറിയില്ല. അത്രത്തോളം വേദനാജനകമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ അമ്മ ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ സൂചിപ്പിച്ചു, നമ്മൾ എന്റെ കൺമുമ്പിൽ കാണുന്നത് കൊണ്ടാണ് ഞാൻ അത് പറയാൻ കാരണം. വലിയ ഒരു ദുഃഖത്തിൽ കൂടെ കടന്നു പോവുകയാണ്. അമ്മ അല്പസമയത്തിനുള്ളിൽ തന്നെ വീട്ടിലേക്ക് എത്തും. വീട്ടിലേക്ക് അമ്മ എത്തി വീടിന്റെ തൊട്ടരികിൽ വഴിയിൽ ഇറങ്ങി അവിടെ നിന്നൊരു 100-150 മീറ്ററോളം നടന്നു പോകണം. അമ്മ എത്തുമ്പോൾ തന്നെ അമ്മ കരഞ്ഞുകൊണ്ടാണ് ഈ വാഹനത്തിൽ നിന്ന് അമ്മ ഇറങ്ങുന്നത്. സ്വാഭാവികമായി അമ്മയ്ക്കിത് താങ്ങാനാവില്ല. കാരണം വലിയ പ്രതീക്ഷയോടെ പ്രത്യേകിച്ച് സുജു പറഞ്ഞതുപോലെ ആ അമ്മ മരണവാർത്ത അറിഞ്ഞാണ് വരുന്നത് എങ്കിൽ പോലും അവിടെ വന്ന് നേരെ കാണുന്നത് ഈ മകൻ അങ്ങനെ മരണപ്പെട്ട് ചേതനയേറ്റ് കിടക്കുന്ന ആ ശരീരം കാണേണ്ടി വരുന്ന ഒരു അമ്മയുടെ ഒരു അനുഭവം. ആ നിലയിൽ അതൊക്കെ കാണേണ്ടി വരുന്ന മറ്റുള്ള ആളുകളും ആ നാടും എല്ലാം അങ്ങനെ ഒരു വല്ലാത്ത ദുഃഖകരമായ അന്തരീക്ഷത്തിലൂടെ പോകുന്ന സമയമാണ്.